ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സെലിബ്രേഷൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് പേർ എന്നോട് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ശരി, നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, 250 ml കപ്പിൽ. അതുപോലെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ വേണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ, 1 നുള്ളി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3 സ്റ്റെപ്പ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്, എന്നാൽ മാത്രമേ നല്ല ഈവനായിട്ട് വരികയുള്ളൂ. ഇനി നമുക്ക് ആദ്യമേ ഈ ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി വെക്കണം. ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമുക്ക് ബട്ടറൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ബീറ്റർ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതുകൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ബീറ്റർ ഇല്ലാത്തവർ ഇത് മിക്സിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലഫി ആയിട്ട് വരും. നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. അതുപോലെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആകാറാവുമ്പോൾ വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിനി ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇതിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് മെല്ലെ മിക്സ് ചെയ്യാം. ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് ഈ കേക്ക്. ഇതൊരു ബേസ് കേക്കാണ്. നമുക്ക് ഏത് കേക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ചെയ്യാം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും മെല്ലെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട്. പാലും കൂടെ ചേർത്ത് യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ എയർ ബബിൾസൊക്കെ വെളിയിൽ പൊയ്ക്കോളും. ഇനി ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഒരു സാധാരണ പാത്രത്തിലേക്കാണ് ഞാനിത് ഇറക്കി വെച്ചിട്ടുള്ളത്. ആ പാത്രത്തിൽ ഞാൻ കുറച്ച് ഉപ്പും ഇട്ട് അതിനകത്ത് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊരു 25-30 മിനിറ്റ് ഈ കേക്കിന് വേണ്ടി വന്നിട്ടുള്ളൂ. കേക്ക് റെഡിയായി. ഇനി ഇതിന് വേണ്ട കാരമൽ സിറപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഗ്രാജുവലായിട്ട് മെൽറ്റ് ആയിക്കോളും. ഒരിക്കലും ഫ്ലെയിം കൂട്ടരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതുപോലെ മെൽറ്റായി കിട്ടും. അതിലേക്ക് ഞാനൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മെൽറ്റായ ആ പഞ്ചസാരയിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഇനി ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വിപ്പിംഗ് ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ കട്ടിയാകും, അതൊന്നും പേടിക്കേണ്ട. അത് മെൽറ്റായിക്കോളും. 5 മിനിറ്റിനകത്ത് അത് മെൽറ്റായി വന്നോളും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ മെൽറ്റായി വരും. മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് കാരമൽ സിറപ്പ്. ഇങ്ങനെയാണ് കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയി കിട്ടാനാണ് ഞാനൊന്ന് അരിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്കിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തല്ല, നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേറ്റ് നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം കുറച്ച് നേരം. എന്നിട്ട് ഞാൻ ഇതാ കേക്കിൽ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാരമൽ സിറപ്പ് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സിറപ്പും കൂടെ ഇതിൽ നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. മൊത്തത്തിൽ ഞാനിത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേക്ക് റെഡിയായി. ഇനി ഇതിൽ ചെറിയൊരു ഡിസൈൻ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഡിസൈൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് അത് വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ചെറിയ ഡിസൈൻ. അപ്പോൾ ഇതിങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്ടല്ല ഉണ്ടെങ്കിൽ വീട്ടിൽ ന്യൂട്ടല്ലയോ വേറെ എന്തെങ്കിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടോ ഒക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ശരിക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന, ധൈര്യമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സെലിബ്രേഷൻ കേക്കാണ് കേട്ടോ. ഇത് നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. ബിഗിനേഴ്സിനൊക്കെ എളുപ്പം ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉടനെ തന്നെ അത് കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. കുറച്ച് നേരം ഈ കേക്ക് പ്രത്യേകിച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിയൽ ഫീൽ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുക. അപ്പോൾ ഈ കേക്കൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറന്നു പോകരുത്. ഇനിയും നല്ല വെറൈറ്റി വീഡിയോസ് ദേവ്സ് കുക്കിംഗ് വേൾഡിൽ വരുന്നുണ്ട്, കാണാൻ മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.